രാധേ, കഴിഞ്ഞ ദിവസം കരണ്ട് പോയപ്പോൾ മുത്തശ്ശൻ വിഷമിച്ചത് ഓർമ്മയില്ലേ? ആ സമയത്ത് നമ്മൾ വെളിച്ചത്തിനായി മെഴുകുതിരിയും എമർജൻസി ലാമ്പുമൊക്കെ ഉപയോഗിച്ചില്ലേ? അതെ രാജു, എമർജൻസി ലാമ്പ് ഒരു നല്ല ആശയമാണ്. നമുക്കൊരു എമർജൻസി ലാമ്പ് ഉണ്ടാക്കിയാലോ? അതിന് വൈദ്യുതി എങ്ങനെ കിട്ടും? ബൾബ് വേണ്ടേ? നല്ല ചോദ്യം. വൈദ്യുതി എന്നത് ഒരു ഊർജ്ജരൂപമാണ്. ഇതിനെ മറ്റു പല ഊർജ്ജരൂപങ്ങളിലേക്കും എളുപ്പം മാറ്റാൻ കഴിയും. വൈദ്യുതി നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ലഭിക്കുന്നത്? പ്രധാനമായി 3 സ്രോതസ്സുകളുണ്ട്: വൈദ്യുത സെല്ലുകൾ, ജനറേറ്റർ, സോളാർ സെല്ലുകൾ. അപ്പോൾ സെല്ലും ബാറ്ററിയും ഒന്നാണോ? അല്ല, ഒറ്റയ്ക്ക് നിൽക്കുന്നത് സെല്ലാണ്. ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ചു നിർമ്മിക്കുന്ന സംവിധാനമാണ് ബാറ്ററി. സെല്ലുകൾ എങ്ങനെയാണ് വൈദ്യുതി തരുന്നത്? രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ. ക്ലോക്കിലെ സെല്ല് തീർന്നാൽ നമ്മൾ കളയുമല്ലോ. പക്ഷേ മൊബൈൽ ഫോണിലെ ബാറ്ററി ചാർജ് തീർന്നാൽ വീണ്ടും ചാർജ് ചെയ്യും. അതെന്താണ്? ചില സെല്ലുകൾ റീചാർജ് ചെയ്യാൻ കഴിയുന്നവയും മൊബൈൽ ബാറ്ററി പോലെ, ചിലത് റീചാർജ് ചെയ്യാൻ കഴിയാത്തവയുമാണ് ക്ലോക്കിൽ ഉപയോഗിക്കുന്ന സാധാരണ സെൽ പോലെ. എമർജൻസി ലാമ്പിൽ ഏത് ബൾബാണ് ഉപയോഗിക്കേണ്ടത്? ഇന്ന് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ബൾബുകളാണ്. CFLനേക്കാളും കുറഞ്ഞ ഊർജ്ജം മതി LED ബൾബുകൾക്ക്. ഇത് ഊർജ്ജലാഭത്തിന് സഹായിക്കുന്നു. വൈദ്യുതി എങ്ങനെയാണ് ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്കെത്തുന്നത്? വൈദ്യുതി സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നുപോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട്. എന്താണ് സർക്യൂട്ടിലെ പ്രധാന ഭാഗങ്ങൾ? ഒരു സർക്യൂട്ടിൽ ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ്സ്, ചാലക കമ്പി, ഒരു വൈദ്യുതോപകരണം എന്നിവ ഉണ്ടായിരിക്കും. ബൾബ് പ്രകാശിക്കണമെങ്കിൽ സർക്യൂട്ട് എങ്ങനെയായിരിക്കണം? സർക്യൂട്ട് പൂർത്തിയാകണം. പൂർത്തിയായ സർക്യൂട്ടിനെ അടഞ്ഞ സർക്യൂട്ട്, ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് വിളിക്കുന്നു. സർക്യൂട്ട് പൂർണ്ണമല്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ട്, ഓപ്പൺ സർക്യൂട്ടാണ്. ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത് അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ബൾബ് ഓണാക്കാനും ഓഫാക്കാനും എങ്ങനെ കഴിയും? അതിനാണ് നമ്മൾ സ്വിച്ച് ഉപയോഗിക്കുന്നത്. സ്വിച്ച് ഓണാക്കുമ്പോൾ സർക്യൂട്ട് അടഞ്ഞതാകുന്നു. അപ്പോൾ ഉപകരണം പ്രവർത്തിക്കും. സ്വിച്ച് ഓഫാക്കുമ്പോൾ സർക്യൂട്ട് തുറന്നതാകുന്നു. അപ്പോൾ ഉപകരണം ഓഫാകും. രാജു, എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തിവിടുമോ? ഇല്ല, വൈദ്യുതി കടത്തിവിടുന്നവയും കടത്തിവിടാത്തവയുമുണ്ട്. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ, കണ്ടക്ടേഴ്സ്. ഉദാഹരണത്തിന് ഇരുമ്പ്, ചെമ്പ്, സ്വർണം, സ്റ്റീൽ, ഗ്രാഫൈറ്റ്, ജലം. ലോഹങ്ങളെല്ലാം വൈദ്യുത ചാലകമാണ്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ, ഇൻസുലേറ്റേഴ്സ്. ഉദാഹരണത്തിന് ഉണങ്ങിയ മരക്കഷണം, കടലാസ്, പ്ലാസ്റ്റിക്, തുണി. വൈദ്യുതി കടന്നുപോകുന്ന കമ്പികൾ ചാലകങ്ങൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്, ചെമ്പുകമ്പി പോലെ. എന്നാൽ നമ്മൾ തൊടുന്ന ഭാഗങ്ങൾ ഇൻസുലേറ്ററുകൾ, കമ്പിക്ക് പുറത്തുള്ള പ്ലാസ്റ്റിക് കവറിംഗ് പോലെ ഉപയോഗിച്ചിരിക്കുന്നു. നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരം ഒരു വൈദ്യുത ചാലകമാണ്. കാരണം ജീവനുള്ള കോശങ്ങളിൽ വെള്ളത്തിന്റെ സാന്നിധ്യമുണ്ട്. നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരം വഴി വൈദ്യുതി എളുപ്പത്തിൽ കടന്നുപോവുകയും ഷോക്കേൽക്കുകയും ചെയ്യും. വീട്ടിലെ വൈദ്യുതിയുടെ വോൾട്ടേജ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഷോക്കടിച്ചാൽ അപകടകരമാകുന്നത്. ഷോക്കേറ്റ ഒരാളെ സഹായിക്കുമ്പോൾ എന്തു ചെയ്യണം? ഒരിക്കലും ഷോക്കേറ്റയാളെ സ്പർശിക്കരുത്. ആദ്യം ചെയ്യേണ്ടത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് ഊരിമാറ്റുകയോ ചെയ്യുക എന്നതാണ്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഉണങ്ങിയ മരക്കമ്പി പോലെയുള്ള ഒരു ചാലകമല്ലാത്ത വസ്തു ഉപയോഗിച്ച് അയാളെ തള്ളിമാറ്റണം. വൈദ്യുതി എങ്ങനെയാണ് വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്? ജലവൈദ്യുത നിലയങ്ങളിൽ അണതെറ്റു നിർത്തിയ വെള്ളം താഴേക്ക് വീഴ്ത്തി ടർബൈൻ കറക്കിയാണ് വൈദ്യുതിയുണ്ടാക്കുന്നത്. ജനറേറ്ററുകളിൽ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജ്ജം യാന്ത്രികോർജ്ജമായും പിന്നീട് വൈദ്യുതോർജ്ജമായും മാറുന്നു. സോളാർ സെല്ലുകൾ സൂര്യനിൽ നിന്നുള്ള ഊർജ്ജത്തെ നേരിട്ട് വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. എമർജൻസി പാഴാക്കരുത് എന്നു പറയുന്നതിന്റെ കാരണമെന്താണ്? കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ അത് ഉൽപ്പാദിപ്പിക്കാൻ കൂടുതൽ ഇന്ധനം വേണ്ടിവരും. അതുകൊണ്ട് വൈദ്യുതി പാഴാക്കാതിരിക്കാനും ആവശ്യത്തിനു മാത്രം ഉപയോഗിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം.